അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ NTU അല്ല എഫക്റ്റീവ്നെസ് പറഞ്ഞായിരുന്നു. NTU മെത്തേഡ് എന്താണെന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റിൽ നമുക്ക് എങ്ങനെയാണ് അത് എഫക്റ്റീവ്നെസ് കൂടെ നമ്മുടെ എന്തിൽ കൊണ്ടുവരണം, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ അനാലിസിസിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ അടുത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്മുടെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസിൽ NTUവിൻ്റെ ഡെറിവേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ പ്രൊഫൈൽ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ ടെമ്പറേച്ചർ പ്രൊഫൈൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ലെങ്ത് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ കേസിൽ TH1 TH2 ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആയതുകൊണ്ട് കോൾഡ് ഫ്ലൂയിഡ് കയറുന്നതും ഈ സ്ഥലത്തായിരിക്കും. അപ്പോൾ TC1 ഇവിടെ മാർക്ക് ചെയ്യും. ഇങ്ങോട്ട് പോകുന്നതോറും കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കൂടി പോകും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായി മാറി, TC2 ആയിട്ട് മാറി. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ NTU മെത്തേഡ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ DQ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലേ. നമ്മൾ സാധാരണ LMTD മെത്തേഡിൽ DQൻ്റെ ഇക്വേഷൻ എഴുതുന്ന മാതിരി തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, DQൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് U ഇൻറ്റു അവിടുത്തെ ഏരിയ DA ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് TH മൈനസ് എന്തെന്ന് എടുക്കുന്നു, TC എന്ന് എടുക്കുന്നു. ഇതൊരു ഒരു ഒരു പർട്ടിക്കുലർ എലമെൻ്റൽ ഏരിയ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ നമ്മൾ വെക്കുക, DA എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ TH, ഇവിടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ TC ആണ്. ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. ആ ഹീറ്റ് ട്രാൻസ്ഫറാണ് DQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. നമ്മൾ U എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് പറയാം. ഇത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞതാണ്, നമ്മൾ LMTDയിൽ പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. ഇനി നമുക്കിവിടെ നിന്ന് DQൻ്റെ ഇൻ ടേംസ് ഓഫ് അവിടെ the temperature difference of hot fluid in the case of DQൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ mH into CPH into the temperature difference. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് DTH എന്ന്. അതായത് നമ്മളിപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു എലമെൻ്റൽ ഏരിയയിൽ നമുക്ക് ഹോട്ട് ഫ്ലൂയിഡിന് ഉണ്ടാകുന്ന ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എന്തെന്നെടുത്തു, DTH എന്നെടുത്തു. therefore നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, DTH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, which is equal to mH into CPH എന്ന് പറയുന്നത്. ഇപ്പോൾ DQൻ്റെ കേസ് എടുക്കുമ്പോൾ പോസിറ്റീവ് X ഡയറക്ഷനിൽ പോകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കും, ഒരു മൈനസ് കൊടുക്കും. കാര്യം ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു മൈനസ് വരും. അപ്പോൾ ആ മൈനസ് പ്ലസ് ആയി DQ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൈനസ് കൊടുത്തു. അതായത് ഇൻ പോസിറ്റീവ് X ഡയറക്ഷൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ഫ്ലൂയിഡ് ഈസ് ഡിക്രീസിങ്, therefore we put മൈനസ് ഹിയർ. സോ mH into CPH എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എന്താണെന്നറിയാം, CH എന്നറിയാം. CH into DTH എന്ന് കൊടുത്ത് നിർത്തി. അടുത്ത DQ ഇൻ ടേംസ് ഓഫ് നമ്മുടെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വരില്ല. MC into CPC into DTC which is equal to മൈനസ് വരാത്തതിന് കാര്യം X ഡയറക്ഷനിൽ പോകുമ്പോൾ, പോസിറ്റീവ് X ഡയറക്ഷനിൽ പോകുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് ഈസ് ഇൻക്രീസിങ്. കൂടുന്നതുകൊണ്ട് നമ്മളവിടെ മൈനസ് കൊടുക്കുന്നില്ല, കുറയുമ്പോൾ മാത്രമേ നമ്മൾ മൈനസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പ്ലസ് അവിടെ ഇട്ടു. MC into CPC എന്ന് പറഞ്ഞാൽ എന്താണ്, CC ആണെന്നറിയാം, DTC ആണെന്നറിയാം. ഇത് നമ്മൾ LMTD മെത്തേഡിലും ഇത്രയും സാധനങ്ങൾ സെയിം കാര്യം തന്നെയാണ് എടുക്കുന്നത് അല്ലേ. കണ്ടില്ലേ നിങ്ങൾ, സെയിം കാര്യം തന്നെയാണ് എടുക്കുന്നത്. ഇനി ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് നോക്കിക്കൊള്ളണം. അപ്പം MH CH ഇൻറ്റു DTH എന്ന് പറയാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, DTH കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ DTC കണ്ടുപിടിക്കും. DTH എന്ന് പറയുന്നത് അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്ത് കൊടുത്താൽ CH ചെയ്താൽ മതി. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് DQ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം, CH എന്ന് കിട്ടും. ഇവിടെ നിന്ന് DTC കണ്ടുപിടിക്കാൻ DQ ഇവിടെ കിടപ്പുണ്ട്, CC അങ്ങ് ഡിനോമിനേറ്റർ കൊണ്ടുപോയി. അപ്പോൾ DTC ഈസ് ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് പറയാൻ പറ്റും, CC എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെ രണ്ട് കേസസിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിനെയും കൂടെ മൈനസ് ചെയ്യാം. DTH മൈനസ് DTC, അതായത് DTH മൈനസ് DTC ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് DQ ഡിവൈഡഡ് ബൈ CH മൈനസ് DQ ബൈ CC എന്ന് പറയുന്ന സാധനം കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കോമൺ ആയിട്ട് എടുക്കുന്നു, ഇവിടെ നിന്ന് DQ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പഴയ അതേപോലെ LMTD ചെയ്യുന്ന എന്താണോ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ DTH മൈനസ് DTCക്ക് നമ്മൾ എന്തെന്ന് എഴുതാം, ചേഞ്ച് ഓഫ് D ഓഫ് എന്തെന്ന് എഴുതാം, TH മൈനസ് TC എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇത് D കോമൺ ആയിട്ട് എടുത്തെന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല,
ചേഞ്ച് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചറിനെ നമ്മൾ ഹോട്ട് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ മൈനസ് കോൾഡ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ അതിൻ്റെ ചേഞ്ച് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തത് ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് മൈനസ് ഡി ക്യൂ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. മൈനസ് ഡി ക്യൂ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡി ക്യൂ ബ്രാക്കറ്റിന് പുറത്ത് വരും. മൈനസ് ഡി ക്യൂ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഉള്ളത് 1/CH ആണ്. പിന്നെ പ്ലസ് മൈനസ് അങ്ങ് പുറത്ത് പോയതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു. 1/ പിന്നെ അവിടെ എന്ത് വരും, CC വരും. ഇത്രയും സാധനമാണ്. പിന്നെ ഡി ക്യൂവിൻ്റെ സ്ഥലത്ത് നമ്മൾ എവിടെ എന്ത് കൊടുക്കും, LMTDയിൽ നമ്മൾ എന്താണ് ചെയ്തത്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുത്തു അല്ലേ. അപ്പോൾ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്ന പോവാണ്. ദാറ്റ് ഈസ് ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ക്യൂവിന് പകരം യു ഇൻറ്റു ഡി എ ഇൻറ്റു നമ്മൾ എന്തെന്ന് കൊടുത്തു, ടി എച്ച് മൈനസ് ടി സി എന്ന് കൊടുത്തു, ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട് 1/CH പ്ലസ് 1/CC എന്നുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്കതായി. ഇനി നമ്മൾ LMTD ചെയ്യുമ്പോൾ ഇതിന് തീറ്റ ഡി തീറ്റ ടി എച്ച് മൈനസ് ഇവിടെയും തീറ്റ എന്ന് കൊടുക്കും. ഡി തീറ്റ ബൈ തീറ്റ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. പക്ഷേ NTU മെത്തേഡ് അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന് തീറ്റ എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, അതായത് ടി എച്ച് മൈനസ് ടി സി എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരം ഈ ടി എച്ച് മൈനസ് ടി സി അങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിൽ എഴുതാൻ പറ്റും ഡി ഓഫ് നമുക്ക് എന്തെന്ന് എഴുതാം, ടി എച്ച് മൈനസ് എന്താണ് ടി സി ഡിവൈഡഡ് ബൈ ഇതങ്ങ് ഡിനോമിനേറ്റർ വരുമ്പോൾ എന്തെന്ന് കിട്ടും, ടി എച്ച് മൈനസ് ടി സി എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇവിടെ എന്തുണ്ട് മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു ഇതിനകത്ത് എന്തുണ്ട് 1/CH പ്ലസ് 1/ എന്തെന്നുണ്ട് CC എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളുണ്ട്. ഇനി 1/CH പ്ലസ് 1/CC എന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സാധനത്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതായത് ഇൻ്റഗ്രേറ്റിംഗ് അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ട് സ്ഥലത്ത് രണ്ട് എന്താണ്, ഒന്ന് ഇവിടുത്തെ ഡി എയും ഒന്ന് ടി എച്ച് മൈനസ് ടി സിക്കും വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ്റഗ്രൽ നമുക്ക് എന്തെന്ന് പറയാം, ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ഡിവൈഡഡ് ബൈ ടി എച്ച് മൈനസ് ടി സി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു എന്താണ് 1/CH പ്ലസ് 1/CC. ഇവിടുത്തെ വേരിയബിൾ ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ആണ്. അതിന് നമുക്ക് 1 to 2 എന്ന് കൊടുക്കുക. അതായത് ടി എച്ച് മൈനസ് ടി സി ഇവിടെ ഇൻലെറ്റിൽ TH1 മൈനസ് ടി സി എന്ന് എഴുതാം, ഔട്ട്ലെറ്റിൽ TH2 മൈനസ് ടി സി 2 എന്ന് എഴുതാം. അതാണ് ഞാൻ 1 to 2 ലിമിറ്റ് കൊടുത്തത്. ഇവിടെ ലിമിറ്റ് ഏരിയ 0 ആവാം, അതോടൊപ്പം മാക്സിമം ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറഞ്ഞെടുത്തിട്ടു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതായത് ലോഗ് എക്സ് ഇൻ്റഗ്രൽ ഇത് ഏത് ഫോമാണ്, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഫോം. അതായത് 1/Xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എക്സ് ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലോഗ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ടി എച്ച് മൈനസ് ഡിനോമിനേറ്റർ കിടക്കുന്നത് ടി എച്ച് മൈനസ് ടി സി ആണ് ലോഗ് ഓഫ് എക്സ്. അതിൽ ലിമിറ്റ് കൊടുക്കണം, അപ്പർ ലിമിറ്റ് 1 to 2 എന്ന് പറഞ്ഞാൽ ടി എച്ച് മൈനസ് ടി സി ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും. അതാണ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ആണ് 1 to 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇൻലെറ്റിനെ സൂചിപ്പിക്കുന്നു. ഔട്ട്ലെറ്റ് എന്ന് നമ്മൾ 2 എന്നും ഔട്ട്ലെറ്റ് കണ്ടീഷനിലെ അല്ലെങ്കിൽ ഈ സൈഡിനെ ഇത് എന്താണ് 2 സൂചിപ്പിക്കുന്നു, ഈ സൈഡിനെ 1 സൂചിപ്പിക്കുന്നു. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് യു ഇൻറ്റു ഡി എയുടെ ഇൻ്റഗ്രലിൽ എന്ത് കിട്ടും, എ കിട്ടും. 0 to A ലിമിറ്റ് കൊടുത്താൽ A - 0. അപ്പോൾ ഞാൻ ഡയറക്റ്റ് A എന്നങ്ങ് എഴുതുവാണ്, ഇനി ലിമിറ്റ് ഒന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. 1/CH പ്ലസ് 1/ നമുക്ക് എന്തെന്ന് എഴുതും, CC എന്ന് കിട്ടും. അപ്പോൾ ഈ സാധനത്തിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലോഗ് TH2 മൈനസ് TC2 മൈനസ് ലോഗ് TH1 മൈനസ് TC1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറഞ്ഞാൽ ലോഗ് A/B ആണല്ലോ. അപ്പോൾ ഈ മൈനസ് ഇട്ട് എഴുതുന്നതിന് പകരം ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, ലോഗ് A/B ഫോമിൽ എഴുതുവാണ്. അതായത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ TH2 മൈനസ് എന്ന് കിട്ടും TC2. നമുക്ക് സാധാരണ കിട്ടുന്ന ലോഗ് TH2 മൈനസ് TC2 മൈനസ് ലോഗ് TH1 മൈനസ് TC1 അങ്ങനെയാണ് കിട്ടുന്നത്. അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് A മൈനസ് ലോഗ് B ലോഗ് A/B എന്ന് എഴുതുന്നതുകൊണ്ട് ലോഗ് TH2 മൈനസ് TC2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം, TH1 മൈനസ് TC1 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു എ ഇൻറ്റു ഇവിടെ നിന്ന് ഈ CH ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. 1/CH കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് എഴുതും, CH എഴുതും. 1/CH പോയി കഴിഞ്ഞാൽ അവിടെ 1 കിട്ടും, പ്ലസ് ഇവിടെ CH ന്യൂമറേറ്ററി മൾട്ടിപ്ലൈ ആണ്, അപ്പോൾ CH/CC എന്ന് പറയുന്ന സാധനം കിട്ടും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെറിയ പുതിയൊരു ട്രാക്കിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ ലോഗ് മാറ്റണം. ഈ ലോഗ് മാറ്റാൻ വേണ്ടി e⁻log x എന്ന് പറയുന്നത് എന്താണ്? e⁻log x എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ ഈ ലോഗ് മാറ്റുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുക്കണം, റൈറ്റ് ഹാൻഡ് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കണം. അപ്പോൾ e⁻² എന്ന് പറഞ്ഞ് ഈ വലിയൊരു ടേം എഴുതുന്നതിന് പകരം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്, കാര്യം e⁻² എന്ന് പറഞ്ഞ് കുഞ്ഞായിട്ട് എഴുതണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേക്കിംഗ് e⁻² ഇൻ എന്താണ് ബോത്ത് ദ സൈഡ്സ്, അതിൽ രണ്ട് സൈഡ്സിലും നമ്മൾ എന്ത് ചെയ്യാണ്? e⁻² എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് e⁻² എടുക്കുമ്പോൾ ഈ ലോഗ് അങ്ങ് പോകത്തില്ലേ? e⁻log ഈ ഒരു ടേം വരും. e⁻log ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ ഒരു ടേം ആക്കി മാത്രം. അപ്പോൾ ഈ ഒരു ടേം മാത്രം എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരും. അത് Th2 മൈനസ് Tc2, അതായത് നമുക്കിങ്ങനെ എഴുതാം Th2 മൈനസ് Tc2 ഡിവൈഡഡ് ബൈ Th1 മൈനസ് എന്ന് എഴുതാം Tc1 വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ Th2 മൈനസ് Tc2 ഡിവൈഡഡ് ബൈ Th1 മൈനസ് Tc1 മൈനസ് UA/CH. UA/CH എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറഞ്ഞാൽ UA/CH ഈ ഇത്രയും ടേമിൻ്റെയും കൂടെ e⁻² എടുക്കണ്ടേ. ഇപ്പോഴത്തെ e⁻² എടുത്തപ്പോഴത്തേക്ക് ലോഗ് അങ്ങ് പോയി. പിന്നെ ഇപ്പുറത്ത് e⁻² എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എന്തെന്ന് എഴുതി? എക്സ്പോണൻഷ്യൽ ഓഫ് exp എന്ന് എഴുതിയാൽ മതി. exp ഓഫ് എന്താണെന്ന് പറഞ്ഞാൽ e⁻² എന്നുള്ള അർത്ഥമാണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ⁻²ൻ്റെ ടേംസിൽ ഒരു അറേഞ്ച്മെൻറ്റ്സ് വരുത്തുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് e⁻²ന് പകരം exp ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് ബാക്കിയുള്ള ടേം എന്താണോ അത് അതേപടി എഴുതുവാണ്. ദാറ്റ് ഈസ് എന്തെന്ന് കിട്ടും? മൈനസ് UA/CH മൈനസ് UA/CH അതെന്ന് പറയുന്നത് ഒരു ടേമായിട്ട് കിടപ്പുണ്ട്. അതിന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്താണ് 1 പ്ലസ് എന്തെന്ന് കിട്ടും? CH/ എന്തെന്ന് കിട്ടും? CC എന്ന് കിട്ടും. ആണല്ലോ. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ Th2നും, അപ്പോൾ നിങ്ങളൊരു അടുത്തൊരു സ്റ്റേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ലോഗ് ഓഫ് കളഞ്ഞു. അടുത്ത നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ Th2നും Tc2നും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് നമ്മുടെ എന്തിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? നമ്മുടെ എഫക്റ്റീവ്നെസ്സിൻ്റെ എക്സ്പ്രഷൻ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് Th2 എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ്നെസ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പിന്നെ വേണ്ട Tc2 അല്ലേ, Tc2 എന്ന് പറയുന്ന സാധനത്തിന് ഒരു എക്സ്പ്രഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ്നെസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്തിട്ട് ഞാൻ Th2ൻ്റെ എന്താണ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇത്തിരി ലെന്തായിട്ടുള്ള സാധനം. അപ്പോൾ ഇതിവിടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചേക്കും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഈ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ എഴുതി. അത് ഇൻ ടേംസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ട് CH ഇൻറ്റു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ Th1 മൈനസ് എന്തായിരിക്കും? Th2. പിന്നെ നമുക്കറിയാം മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. C മിനിമം ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്, മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് Th1 മൈനസ് Tc1 എന്ന് പറയുന്നത് നമുക്ക് കണ്ണുമടച്ചുകൊണ്ട് എഴുതാവുന്ന സാധനമാണ്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സംഭവത്തിൻ്റെ ഇതങ്ങ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ. ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായി മാറും? അതായത് ഈ എക്സ്പൊണൻഷ്യൽ എഫക്റ്റീവ്നെസ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു ബാക്കിയുള്ള എന്താണ് Th1 മൈനസ് Tc1 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? CH ഇൻറ്റു Th1 മൈനസ് എന്ത് കിട്ടും? Th2 എന്ന് കിട്ടും. ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി വേണ്ട Th2 അല്ലേ. അപ്പം Th2 ആണ് വേണ്ടെങ്കിൽ CH കൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എപ്സിലോൺ ഇൻറ്റു എന്താണ് C മിനിമം ഇൻറ്റു എന്തെന്ന് കിട്ടും? Th1 മൈനസ് Tc1. ഈ CH ഇങ്ങനെ ഡിനോമിനേറ്റർ വരുമല്ലോ. CH എന്ന് പറയുന്നത് CH എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ വന്നു. വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? Th1 മൈനസ് Th2 ഉണ്ട്. Th2 കണ്ടുപിടിക്കാൻ മൈനസ് Th2 അപ്പുറത്തും ഇതങ്ങ് ഇപ്പുറത്തും കൊണ്ടുവന്നായി. മൈനസ് Th2 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തെന്ന് കിട്ടും? Th2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുണ്ട്? ഓൾറെഡി Th1 ഉണ്ട്. ഈ പ്ലസ് എന്ന് പറയുന്ന അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് മൈനസ് എപ്സിലോൺ ഇൻറ്റു എന്തെന്ന് കിട്ടും? C മിനിമം ഇൻറ്റു Th1 മൈനസ് Tc1 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? CH എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് Th2ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനായി. ഇക്വേഷൻ നമ്പർ A.
ഇനി നമുക്ക് വേണ്ട TH2-ന് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഈ TC2-ന് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. TC2-ന് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ടേംസിൽ നമ്മൾ എന്ത് എഴുതുന്നു, എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ദാറ്റ് ഈസ് എഫക്റ്റീവ്നെസ് ഈസ് ഗിവൺ ബൈ CC ഇൻറ്റു TC2 മൈനസ് TC1 എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ സെയിം തന്നെയാണ് C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 നമ്മൾ എടുക്കും. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ഇതങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 എന്ന് കിട്ടും. ഈ CC ഇങ്ങ് ഡിനോമിനേറ്റർ വരും, ഡിനോമിനേറ്റർ CC ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ ബാക്കിയുള്ള ഈ സാധനം മാത്രമാണ്, ദാറ്റ് ഈസ് TC2 മൈനസ് TC1 എന്ന് പറയുന്ന സാധനം. TC2 കണ്ടുപിടിക്കാൻ ഈ TC1 കൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. ദാറ്റ് മീൻസ് നമുക്ക് TC1 കൂടെ ഇപ്പുറത്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഈ മൈനസ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും അല്ലേ. അത് TC1 പ്ലസ് പിന്നെ ബാക്കിയുള്ളത് ഇവിടെ എന്താണ്, എഫക്റ്റീവ്നെസ് ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട് CC. ഇതിന് മാത്രമാണ് ഡിവൈഡഡ്, ഇത് ഇപ്പുറത്തുണ്ട്. ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് മാത്രം ബാക്കിയാവും, TC2. ഇക്വേഷൻ നമ്പർ B എന്ന് നമ്മൾ കൊടുത്തു. അപ്പം ഈ രണ്ട് സാധനത്തിന് നമുക്ക് TC2-നും എക്സ്പ്രഷൻ ഉണ്ട്, TH2-നും എക്സ്പ്രഷൻ ഉണ്ട്. സോ വി ആർ പുട്ടിങ് A ആൻഡ് B ഇൻ ഇക്വേഷൻ നമ്പർ 1. അതായത് A ആൻഡ് B നമ്മൾ എന്ത് കൊടുക്കുന്നു, A ആൻഡ് B ഇൻ ഇക്വേഷൻ നമ്പർ 1. അതായത് 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കൊടുക്കാൻ പോവാണ്. എയും ബിയും കൂടെ എടുത്ത് 1-ൽ കൊടുക്കാൻ പോവാണ്. ഇഫ് യു ആർ പുട്ടിങ് A ആൻഡ് B ഇൻ 1, വാട്ട് ഈസ് ദ റിസൾട്ട്? എയും ബിയും കൂടെ എടുത്ത് 1-ൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1 ഈ ഒരു ഡിനോമിനേറ്റർ അതേപടി കിടക്കും. അതായത് 1/TH1 മൈനസ് TC1 എന്ന് പറയുന്ന സാധനം ഇവിടെ കിടന്നു. ബാക്കി ഇതിന് അകത്തുള്ളത് TH2 മൈനസ് TC2 ആണ്. TH2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആദ്യം എഴുതുക, TH1 മൈനസ് ബാക്കിയുള്ള എന്താ, എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു എന്താണ്, TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ CH എന്ന് പറയുന്ന സാധനമുണ്ട്. മൈനസ് എന്താണ്, അപ്പോൾ ഇത് എന്തിൻ്റെ കാര്യം കഴിഞ്ഞു, നമ്മുടെ ഇത്രയാണ് TH2 എന്ന് പറയുന്നത്. മൈനസ് TC2 ഇതല്ലേ. TC2-ൻ്റെ ഇത് ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കണ്ടേ. മൈനസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രാക്കറ്റും കൂടി ഇട്ടു. ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ TC1 പ്ലസ് ബ്രാക്കറ്റിനകത്ത് എന്താണ്, എപ്സിലോൺ ഇൻറ്റു എന്തുണ്ട്, C മിനിമം ഡിവൈഡഡ് ബൈ CC ഇൻറ്റു നമുക്കിവിടെ എന്തുണ്ട്, TH1 മൈനസ് TC1. ബ്രാക്കറ്റ് പുറത്ത്, ഇവിടെ തുടങ്ങിയ ബ്രാക്കറ്റ് ഇവിടെ എന്ത് ചെയ്യും വേണം, അവസാനിപ്പിക്കുകയും വേണം. അത് ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ആയത്, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഓഫ് എന്ത് കിട്ടും, മൈനസ് UA ബൈ CH ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് CH ബൈ CC എന്ന് പറയുന്ന ടേം അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിപ്പോൾ അധികം ഡിസ്റ്റർബൻസ് ഇനി ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ അറേഞ്ച്മെൻറ്റ്സ് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് വേണ്ടത് TH1 മൈനസ് TC1 എന്ന് പറയുന്നത് എടുത്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മാറ്റങ്ങൾ വേണ്ടി മാത്രം റൈറ്റും കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുത്ത് ഒന്ന് ചെറിയ ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമ്പർ 2-ൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം ഈ ഒരു വലിയൊരു ടേമായിട്ട് നിൽക്കുന്ന സാധനത്തിന് എനിക്ക് എന്താകണം, അതൊരു ചെറിയൊരു ടേമാക്കി മാറ്റണം. അതിനുള്ള പരിപാടിയാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് 1 ഡിവൈഡഡ് ബൈ നമുക്കിവിടെ എന്തുണ്ട്, TH1 മൈനസ് TC1 ഇൻറ്റു, നിങ്ങൾക്ക് പെട്ടെന്നുള്ള സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ ഓരോ ഇത് കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ നിന്ന് ആദ്യം മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്, TH1 മൈനസ് എപ്സിലോൺ ഇൻറ്റു C മിനിമം ഡിവൈഡഡ് ബൈ C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 ഡിവൈഡ് ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്, CH ഉണ്ട്. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് TC1 ആവും. ഇവിടെ പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആവും. പിന്നെ എന്താണ്, എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു എന്ത് കിട്ടും, TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും, CC എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ആയി, വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നത് ഇത് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. TH1 മൈനസ് TC1 എന്ന് പറയുന്ന എടുത്ത് എഴുതുവാണ്, ഒരുമിച്ച് എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് 1 ഡിവൈഡഡ് ബൈ TH1 മൈനസ് TC1 ഇൻറ്റു ഇത് ആദ്യം എഴുതി കഴിഞ്ഞാൽ TH1 മൈനസ് എന്തുണ്ട്, TC1 എന്ന് പറയുന്ന ആദ്യം എഴുതി. പിന്നെ മൈനസ് ഓഫ് ഇവിടെ എന്തുണ്ട്, എപ്സിലോൺ ഇൻറ്റു C മിനിമം ഇൻറ്റു TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ CH. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്, മൈനസ് എപ്സിലോൺ ഇൻറ്റു ഇവിടെ നിന്ന് എഴുതിയാൽ മതി, അറ്റത്ത് നിന്ന് എഴുതിയായിരുന്നു, C മിനിമം ഇൻറ്റു TH1 മൈനസ്
TC1 divided by CC. അപ്പോൾ ഇതിൽ ഇനി കോമൺ ആയിട്ട് എടുത്ത് കളയാൻ പറ്റുന്ന ഈ TH1 മൈനസ് TC1 മൈനസ് TC1 എല്ലാത്തുനിന്നും വെട്ടിക്കളയാലോ. ഇത് കാര്യം ഇത് എല്ലാത്തുനിന്നും കോമൺ ആയിട്ട് എടുത്ത് പുറത്തെടുക്കുമ്പോഴത്തേക്ക് TH1 മൈനസ് TC1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്ത് കളയാം, ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയുന്ന സാധനം ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതി തന്നേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു 1 വരും അല്ലേ. ഇതിപ്പം കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതിവിടെ 1 വരും. 1 മൈനസ് പിന്നെ ഉള്ളത് എന്താണ്, എപ്സിലോണിൻ്റെ കളിയാണ്. അപ്പം 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു സി മിനിമം ഡിവൈഡഡ് ബൈ CH മൈനസ് എപ്സിലോൺ ഇൻറ്റു സി മിനിമം ഡിവൈഡഡ് ബൈ CC. ഇങ്ങനെ കിട്ടത്തില്ലേ? ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് മൈനസ് എപ്സിലോൺ ഇൻറ്റു സി മിനിമം കൂടെ കോമൺ എടുത്താൽ 1 മൈനസ് കാണാൻ പറ്റുമോ നോക്കട്ടെ, കാണാൻ പറ്റും. ഇതും കൂടെ കോമൺ എടുക്കും. 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു സി മിനിമം കോമൺ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്ത് വരും, 1/CH. ഇവിടെ ബാക്കിയുള്ളത് എന്താണ്, 1/CH. ഇവിടെ ബാക്കിയുള്ളത് 1/CC പ്ലസ് 1/CC. മൈനസ് ആണ് കോമൺ എടുത്ത്, അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു ടേമായിട്ട് മാറി. അപ്പോൾ ഇത്രയും ഒരു ടേമിനെ നമുക്ക് ഇങ്ങനെ ഒരു ടേമായിട്ട് റീപ്ലേസ് ചെയ്തൂടെ. അപ്പോൾ ഈ ഒരു ചെറിയ ടേമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഈക്വൽ ടു ദിസ് എന്ന് പറയുന്ന ഫോമിലേക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ്, അപ്പം ഞാൻ പറഞ്ഞു 1 മൈനസ് എന്താണ്, 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു സി മിനിമം ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും, 1/CH പ്ലസ് 1/CC വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് എന്തെന്ന് കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, -UA/CH മൈനസ് U ഇൻറ്റു A/CH പിന്നെ ബാക്കിയുള്ള എന്താണ്, ഇൻറ്റു 1+CH/CC ഇൻറ്റു 1+CH/CC. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞു ഇത്തിരി ട്വിസ്റ്റിംഗ് ആണ്. നമ്മൾ അത്ര മറ്റതുപോലെ അത്ര എളുപ്പമല്ല. നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ LMTD എന്ന് പറഞ്ഞാൽ പുട്ട് പോലെ തീരും, ഇവിടെ കൊച്ചു സ്റ്റെപ്പിൽ തന്നെ തീരും. പക്ഷേ NTU കൂടി എന്താണ് കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആവും. നമുക്ക് വേണ്ട എപ്സിലോണാണ്. സോ ഈ 1 എടുത്ത് എന്ത് ചെയ്യുക, അപ്പുറത്തുണ്ട്. 1 എടുത്ത് അപ്പുറത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ എപ്സിലോൺ അങ്ങ് അപ്പുറത്തും കൊണ്ടുപോയി ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങ് ഇപ്പുറത്തും വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഓഫ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, -U ഇൻറ്റു A/CH ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും, 1+CH/CC. ഇനി അടുത്ത ഈ സാധനം അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി. എപ്സിലോൺ ഇൻറ്റു സി മിനിമം ഇൻറ്റു എന്താണ് 1/CH പ്ലസ് 1/CC. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ 1/CH പ്ലസ് 1/CC ആയി. ഇനി ഇതിൽ നിന്ന് എന്ത് അറേഞ്ച്മെൻറ്റ്സ് ഇനി നമുക്ക് അടുത്ത വരുത്താന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അടുത്ത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോഴത്തേക്ക് എക്സ്പൊണൻഷ്യൽ ഓഫ് -UA/CH ഇൻറ്റു ഈ ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇതിന് ഇനി എന്ത് ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാം പോയാൽ എപ്സിലോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി മിനിമം ഇൻറ്റു ഈ ഒരു സാധനം നമുക്ക് ഡിനോമിനേറ്റർ കൊണ്ടിടാമല്ലോ. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഇതിങ്ങ് ഡിനോമിനേറ്റർ വരും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുവാണ്, എപ്സിലോൺ ഇവിടെ എഴുതുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്നു, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഈ ടേം ഡിവൈഡഡ് ബൈ ഈ ഒരു സാധനം, അതായത് 1 മൈനസ് തിരിച്ചെഴുതുന്നേ ഉള്ളൂ എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് -UA/CH ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും, 1+CH/CC ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, ഈ ഒരു ഡിനോമിനേറ്ററിൽ എന്ത് വരും, സി മിനിമം ഇൻറ്റു 1/CH പ്ലസ് 1/CC. ഓക്കെ, ഇതാണ് എക്സ്പൊണൻഷ്യലിൻ്റെ ഫോം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതൊരു ജനറലൈസ്ഡ് ഫോമാണ്. അപ്പോൾ CHും CCയും സി മിനിമം ഇവിടെ കയറി വന്നതിന് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ അതായത് നമ്മുടെ എന്താണ് എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ എഫക്റ്റീവ്നെസ് എപ്സിലോൺ ഇൻ ടേംസ് ഓഫ് സി മിനിമം കിടക്കുന്നതുകൊണ്ടാണ് ആ സി മിനിമം കയറി വന്നത്. ഇനി CH CC ക്യാൻ ബി സി മിനിമം ഓർ സി മാക്സ് ഡിപ്പെൻഡിങ് അപ്പോൺ എന്താണ് അവർ കണ്ടീഷൻ. സോ ഇഫ് നമ്മൾ പറയുന്നു CC ഈസ് ഗ്രേറ്റർ ദാൻ CH, CC വലുതും CH ചെറുതുമാണെങ്കിൽ സിക്ക് പകരം സി മാക്സിമം നമുക്ക് കൊടുക്കാമല്ലോ. അതായത് ഇതിൽ വലിയ സംഖ്യ ഏതാണ് അത് സി മാക്സും, ഇതിൽ ചെറിയ സംഖ്യ ഏതാണ് അതിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, സി മിനിമം ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ CHൻ്റെ സ്ഥലത്ത് സി മിനിമം ഒന്നും CCയുടെ സ്ഥലത്ത് നമുക്ക് എന്തും കൊടുക്കാം, സി മാക്സ് എന്നും കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആവും, എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പൊണൻഷ്യൽ ഓഫ് എന്താണ് -UA ഡിവൈഡഡ് ബൈ CH. CHൻ്റെ സ്ഥലത്ത് എന്ത് വരും, സി മിനിമം എന്ന് വരും,
1 പ്ലസ് സി എച്ചിൻ്റെ സ്ഥലത്ത് എന്ത് വരും സി മിനിമം ഡിവൈഡഡ് ബൈ സി സിയുടെ സ്ഥലത്ത് എന്ത് വരും സി മാക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു എന്ത് കിട്ടും 1 ബൈ സി എച്ചിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം സി മിനിമം എന്ന് കൊടുക്കാം പ്ലസ് 1 ബൈ സി സിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കാം സി സിയുടെ സ്ഥലത്ത് സി മാക്സിമം എന്ന് കൊടുക്കാം. ഡിനോമിനേറ്റർ ഇതും കൂടെ അങ്ങ് ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്ത് എഴുതാം. എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി മിനിമം ഇൻറ്റു 1 പ്ലസ് സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സിമം ബ്രാക്കറ്റ് ക്ലോസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ സി മിനിമം അകത്തോട്ട് വരുമ്പോൾ സി മിനിമം വെട്ടിപ്പോയി 1 എന്നാവും. 1 പ്ലസ് ഇവിടെ സി മിനിമം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി മിനിമം ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും സി മാക്സ് എന്നാവും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. നമ്മുടെ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സാധനമാണ് എക്സ്പ്രഷൻ ഓഫ് എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ ഈ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷനിൽ ദ മൈനസ് യു എ ബൈ സി എം എന്ന് പറയുന്ന ഒരു സാധനം കണ്ടല്ലോ. മൈനസ് യു എ ബൈ സി മിനിമം രണ്ടും ഇപ്പോൾ സി മിനിമം കിലോ ജൂൾ പെർ എന്തായിരിക്കും ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഫോമിൽ വരും. അപ്പോൾ ഇവിടെ ഏരിയ ഇത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും അതേപോലെ തന്നെ വാട്ട്സ് പെർ അല്ലെങ്കിൽ സി മിനിമം വാട്ട്സിൽ വരും. വാട്ട്സ് പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. യു എയും വാട്ട്സ് പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊരു ഡയമെൻഷൻലെസ് നമ്പറാണ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് നമ്പർ ഓഫ് transfer unit and it determines the characteristics or the effectiveness of the heat exchanger. That means the overall heat transfer coefficient of the heat exchanger surface, area of the heat exchanger surface and the C minimum or heat capacity minimum of the hot or cold fluid. Okay, അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ നമ്മൾ NTU എന്ന് പറയും. that is the grouping of the term UA by CM, അതായത് മൈനസ് അല്ല സോറി മൈനസ് നമ്മൾ എടുക്കില്ല, UA by C minimum എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ഇറ്റ് ഈസ് എ dimensionless expression called number of transfer units. Okay, and NDU is the measure of the effectiveness of the heat exchanger. It's actually the measure of effectiveness. NDU കൂടുതലാണെങ്കിൽ effectiveness കൂടുതലായി, അങ്ങനെയാണോ? അല്ല, it is a measure of എന്താണ് effectiveness of the heat exchanger എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇതിവിടെ ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ. സി മിനിമം ബൈ സി മാക്സ്, സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ് എന്ന് പറയുന്ന സാധനം. ഈ സി മിനിമം ബൈ സി മാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് കപ്പാസിറ്റി റേഷ്യോ, അതായത് ഹീറ്റ് കപ്പാസിറ്റീസിൻ്റെ റേഷ്യോ. അത്രയേ ഉള്ളൂ. ഇത് പല ടേംസ് നമ്മൾ ഉപയോഗിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് ഇപ്പം ടെസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ജി ആണ് ചില ഡേറ്റാ ബുക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഡിപ്പെൻസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്സിലോണിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് ഓഫ് എന്താണ് യു എ ബൈ സി മിനിമം ആണ് NTU, മൈനസ് ഓഫ് NTU ഇൻറ്റു എന്ത് വരും 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് തോന്നാം, ഇത് തിരിച്ചെടുത്താലോ, അതായത് സി ഗ്രേറ്റർ ദാൻ CH വന്നാലല്ലേ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. രണ്ട് രീതി വന്നാലും ഈ ഒരു രീതിയിൽ ആ ഇക്വേഷനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതായത് തിരിച്ചു വന്നാലും അത് സി മിനിമം ഇതേ ഒരു ടേമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ പോലെ ഇത് എന്ത് എഴുതാനായിട്ട് പറ്റും, നമുക്ക് തിരിച്ച് അതേപോലെ എഴുതാനായിട്ട് പറ്റും ആണല്ലോ. അപ്പം ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇത് തിരിച്ചു വന്നാൽ ഇതേപോലെ എഴുതാം. അത് ഞാൻ അവസാനം പറയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തിരിച്ചു വന്നാൽ ഇതേമാതിരി തന്നെ, അതായത് ഇതേ ഇക്വേഷനാക്കി എഴുതാൻ പറ്റും. അതായത് CH ഗ്രേറ്റർ ദാൻ CC വരുന്ന കേസിലോ അതൊന്ന് ജസ്റ്റ് കാണിക്കാം. എന്നാലും നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ്റെ കാര്യം വിട്ടുപോകാതിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇക്വേഷനെ. അപ്പോൾ നമ്മുടെ ഡേറ്റാ ബുക്ക് എടുത്തിട്ട് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന സാധനം കൺവെക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ 160, അത് ഹീറ്റ് എക്സ്ചേഞ്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, 160 എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഉണ്ട് വേണ്ട പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസിൽ
നമുക്ക് വേറെ ഒന്നും നിങ്ങൾ നോക്കട്ടെ. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ കേസിലാണ്ട് എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ നടക്കുന്നത്. ഇവിടെ സി ആണ് എടുത്തേക്കുന്നത്, കപ്പാസിറ്റി റേഷ്യോ സി എന്ന് നടത്തുന്നത്. അതായത് ജി മിനിമം അല്ല, ഇത് സി മിനിമം ബൈ സി മാക്സ് ആണ് സി എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നതാണ് എൻ ടി യു എന്ന് പറഞ്ഞെടുത്തേക്കുന്നത്. എൻ ഈസ് ഈക്വൽ ടു എൻ ടി യു വിച്ച് ഇസ് യു എ ബൈ സി മിനിമം. അപ്പോൾ ഇത് നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഇക്വേഷൻ കാണാൻ പഠിക്കണമെന്ന് നിർബന്ധം, പക്ഷേ ഡെറിവേഷൻ ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. ഇനി കൗണ്ടർ ഫ്ലോ ഉണ്ട്, കൗണ്ടർ ഫ്ലോ കട്ടുകുത്തിരി. അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ആണ് നമ്മുടെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എൻ ടി യു മെത്തേഡിൻ്റെ എന്താണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ചോദിച്ചാൽ ലോട്ടറിയാണ്, പക്ഷേ ഇത് പഠിച്ചിട്ട് ചോദിച്ചില്ലെങ്കിൽ ചെറിയൊരു വിഷമം തോന്നും. കാര്യം ഇത്രയും എഫോർട്ട് എടുത്ത് പഠിച്ചിട്ട് ഇതിന് ശേഷം അത് ചോദിച്ചില്ലെങ്കിലും. എന്നാലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യുന്നത് തന്നെയാണ്, പഠിച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ തിരിച്ചു വന്നാലും ഇതേ ഇക്വേഷൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. സി എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സി സി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് എന്ത് പറയാൻ പറ്റും? സി എച്ച് അവിടുത്തെ സി മാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ സി സി എന്ന് പറയുന്നത് അവിടുത്തെ എന്തായിട്ടും കൊടുക്കേണ്ടി വരും? സി മിനിമം ആയിട്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എപ്സിലോണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ലേ, നമ്മുടെ ഈ ഇക്വേഷനിലല്ലേ നമ്മളത് കൊടുത്തത്, ഈ ഇക്വേഷനിലല്ലേ കൊടുത്തത്. എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് യു എ ബൈ സി എച്ചിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സി മാക്സ് എന്ന് കൊടുക്കാം. ഇൻറ്റു 1 പ്ലസ് എന്ത് വരും? സി എച്ചിൻ്റെ സ്ഥലത്ത് എന്താവും? സി മാക്സ് ആവും ഡിവൈഡഡ് ബൈ സി മിനിമം ആവും. ഓക്കെ, പ്രശ്നമല്ലോ. ഇനി അത് ക്ലോസ് ആയി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? സി മിനിമം ഇൻറ്റു എന്ത് കിട്ടും? 1 ബൈ സി എച്ചിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? സി മാക്സ് ആവും പ്ലസ് 1 ബൈ സി മിനിമത്തിൻ്റെ സ്ഥലത്ത് സി മിനിമം. ഓക്കെ, പ്രശ്നമല്ലോ. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത്. അപ്പം ഈ സി സിയുടെ സ്ഥലത്ത് സി മിനിമം എന്ന് കൊടുത്തു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ തിരിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി മിനിമം ഇൻറ്റു അപ്പം ഇവിടെ പ്രശ്നമില്ല. ഇത് സി മിനിമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി മിനിമം ബൈ സി മാക്സ് കിട്ടും. ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി മിനിമം ബൈ സി മിനിമം 1, അതായത് 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ് തന്നെ ഡിനോമിനേറ്റർ ആവും. ഈ ഒരു ടേം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു ടേമിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി മാക്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സി മിനിമം ബൈ സി മാക്സ് പുറത്തെടുക്കും. അപ്പോൾ ഈ സി മിനിമം ബൈ സി മാക്സ് പുറത്തെടുക്കുമ്പോഴത്തേക്കുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ് മൈനസ് യു എ ബൈ സി മാക്സ് ഇൻറ്റു സി മിനിമം ബൈ സി മാക്സ്, അല്ല സോറി, സി മാക്സ് ബൈ സി മിനിമം പുറത്തെടുക്കുന്നു. അതായത് സി മാക്സ് മുകളിൽ വരും, സി മിനിമം താഴെ വരും. അപ്പോൾ അത് പുറത്തെടുക്കുന്നു. അപ്പോൾ അത് പുറത്തെടുക്കുമ്പോഴത്തേക്ക് 1 ബൈ സി മാക്സ് ബൈ സി മിനിമം എന്ന് ഇവിടെ വരില്ലേ? അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായും? സി മിനിമം ബൈ സി മാക്സ് എന്ന് എഴുതും. ഇവിടെ സി മിനിമം സി മാക്സ് ബൈ സി മിനിമം പുറത്തെടുത്തുകൊണ്ട് അവിടെ 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് സി മിനിമം അതിനകത്തേക്ക് കയറുമ്പം സി മിനിമം ഡിവൈഡഡ് ബൈ എന്താണ്? സി മാക്സ് പ്ലസ് ഇവിടെ സി മിനിമം ബൈ സി മിനിമം 1. ഇനി അതിൽ വെച്ച് സി മാക്സും വെട്ടിപ്പോയാൽ നമ്മുടെ സെയിം ഇക്വേഷൻ ആയിട്ടുള്ള ഇതേ ഇക്വേഷൻ മൈനസ് 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി മിനിമം ഇൻറ്റു എന്താണ് 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ്, ഡിനോമിനേറ്ററിലും സി മിനിമം ബൈ സി മാക്സ് പ്ലസ് 1. അപ്പോൾ രണ്ടും സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? അപ്പോൾ ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നില്ല. ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് we can have same equation and we have merely two dimensionless terms. The first one is NTU and the second one is the capacity ratio R or C. റോ അല്ലെങ്കിൽ സിഒ ഒക്കെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദ ഇക്വേഷൻസ് ആർ അവൈലബിൾ ഇൻ യുവർ ഡേറ്റാ ബുക്ക്. ആൻഡ് ഫോർ ഡൂയിങ് പ്രോബ്ലംസ് യു ക്യാൻ ചെക്ക് ദ ഇക്വേഷൻസ്, ബട്ട് ഇഫ് യു ആർ ഔട്ട് ടു റൈറ്റ് ദ ഡെറിവേഷൻ യു ഷുഡ് നോ ദ പ്രൊസീജിയർ വെരി വെൽ. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റാനായിട്ട് വളരെ വലിയ ചാൻസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് പാരലാണ്. കൗണ്ടർ ആവുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. കാര്യം കൗണ്ടർ ആണെങ്കിൽ ഇത് പഠിച്ച് ഒരു പകുതി ആകുമ്പോൾ തന്നെ കൗണ്ടറും വേണ്ടാന്നങ്ങ് വിചാരിക്കും. അപ്പോൾ കൗണ്ടർ ഫ്ലോയുടെ എഫക്റ്റീവ്നെസ്സിൻ്റെ എന്താണ് ഇക്വേഷനുണ്ട്, ബട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള സാധനമാണ്. പക്ഷേ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് കൂടുതലാണ് അതിന്. അപ്പോൾ ഞാൻ കൗണ്ടർ ഫ്ലോയുടെ എൻ്റെ എന്താണ് ഡെറിവേഷൻ്റെ ഒരു പാർട്ടും കൂടെ ഞാൻ ഇതിൻ്റെ നോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കാം. പക്ഷേ അതിൻ്റെ ഡെറിവേഷൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കൗണ്ടർ ഫ്ലോയുടെ ഡെറിവേഷൻ ചെയ്യണ്ടെന്നുള്ളത് നോക്ക്. അപ്പോൾ അല്ലെങ്കിൽ പോഷൻ നീങ്ങത്തില്ല. നമുക്ക് പ്രോബ്ലത്തിലേക്ക് അങ്ങ് പോവാം. കൗണ്ടർ ഫ്ലോയുടെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് ആ പ്രോബ്ലം കൂടെ ചെയ്തതിന് ശേഷം ചെയ്യാം. അപ്പോൾ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കേസിൽ ആ ഇക്വേഷൻ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളത് മാത്രം ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ് ഒന്ന് പറയാം. അതായത് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് ഫോർ കൗണ്ടർ ഫ്ലോ. അതിപ്പോൾ ഇതെന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് ഫോർ എന്താണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറാണ് അല്ലേ? പാരലൽ ഫ്ലോ. അപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം അതാണെങ്കിൽ കൗണ്ടർ ഫ്ലോയിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ മാത്രം പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് എന്താണ്
മൈനസ് എൻ ടി യു ഇൻറ്റു എന്താണ് 1 മൈനസ് ആർ the whole divided by 1 minus r into exponential of r into exponential of നിങ്ങൾ എങ്ങനെ എഴുതും e raised to എടുത്താൽ മതിയേ exponential of എന്താണ് മൈനസ് എൻ ടി യു ഇൻറ്റു എന്താണ് 1 മൈനസ് ആർ. അപ്പോൾ ഇതാണ് ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ആ ഒരു ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത് രണ്ടിലേതെങ്കിലും കൗണ്ടറിലും പാരലും നമുക്ക് എഫക്റ്റീവ്നെസ് വെച്ച് പ്രോബ്ലംസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം എന്ത് ചെയ്യണം വേണം. എഫക്റ്റീവ്നെസ് ഇപ്പം ആർ ഈസ് ഈക്വൾ ടു 1 ആണെങ്കിൽ നമുക്ക് ഇതിന് വേറെ ഇക്വേഷൻസ് ഒക്കെ എഴുതാം. അത് നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലത്തിൽ ചോദിക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേറെ ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കാനും നിൽക്കണ്ട. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫോർ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ചത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. ഇനി നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്തിൻ്റെ കേസാണ്? ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഇത് വേണം, എന്തുവാണ് പ്രോബ്ലംസ് ചെയ്യണം. അപ്പം NTU മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ട് ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡെറിവേഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഒന്നുകൂടെ ചെയ്യണം, നമ്മുടെ കൗണ്ടർ ഫ്ലോയുടെ എഫക്റ്റീവ്നെസ്സിൻ്റെ ഇക്വേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുക, അത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ, അതായത് NTU മെത്തേഡിൻ്റെ കുറച്ച് 1-2-3 പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരെ 5th മോഡ്യൂളിലേക്ക്